മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് ഇന്ന് 2 ആണ്ട്. പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയ രാഹുൽ ഗാന്ധി മെഴുകുതിരി കത്തിച്ച് പുഷ്പചക്രം അർപ്പിച്ചു. ഉമ്മൻചാണ്ടി സ്മൃതി സംഗമം ഉദ്ഘാടനം ചെയ്ത രാഹുൽ ഗാന്ധി ഗുരുസ്ഥാനത്താണ് ഉമ്മൻചാണ്ടിയെന്നും തന്റെ പ്രവൃത്തികൾക്ക് വഴികാട്ടിയായത് അദ്ദേഹമെന്നും പറഞ്ഞു. So in many ways Oman Chandi ji is my guru and the guru of many people in Kerala. പല അർത്ഥത്തിൽ ശ്രീ ഉമ്മൻചാണ്ടിജി എന്ന് പറയുന്നത് എൻ്റെ ഗുരുവാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ജനങ്ങൾക്കും പല അർത്ഥത്തിൽ ഉള്ള ഗുരുവാണ് അദ്ദേഹം. പരിപാടിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ളവരും പങ്കെടുത്തു. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച 12 വീടുകളുടെ താക്കോൽ ദാനം നടന്നു. ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന ഉമ്മൻചാണ്ടിക്കായി സംസ്ഥാനത്ത് ഒട്ടാകെ അനുസ്മരണ യോഗങ്ങൾ നടന്നു. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഈ പറഞ്ഞു വെച്ചതുപോലെ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്ന നേതാവാണ് ഇന്നും ഉമ്മൻചാണ്ടി. 2 ആണ്ട് തികയുന്നു എന്നുള്ളത് തന്നെ അവിസ്മരണീയമായ കാര്യം തന്നെയാണ്. എന്താണെങ്കിലും ഇന്നത്തെ പരിപാടികളൊക്കെ ഏത് വിധേനയായിരുന്നു? രാഹുൽ ഗാന്ധി എത്തിയത് ആ ചടങ്ങിന്റെ മോടി ഒന്നുകൂടി കൂട്ടുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ വാക്കുകൾ ആ ചടങ്ങിൽ എത്തരത്തിലായിരുന്നു? സംഗീത രാവിലെ 10 മണിയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി പുതുപ്പള്ളിയിലെത്തിയത്. ആദ്യം ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥന അർപ്പിച്ചു, മെഴുകുതിരി കത്തിച്ചു, പുഷ്പം അർപ്പിച്ചതിന് ശേഷം പുതുപ്പള്ളി വലിയ പള്ളിയിൽ പ്രാർത്ഥന നടത്തി. അതിനുശേഷം ഓർത്തഡോക്സ് സഭാധ്യക്ഷനായിട്ടുള്ള കാതലിക്ക ബാവയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഉമ്മൻചാണ്ടി സ്മൃതി സംഗമ പരിപാടിയിൽ രാഹുൽ സംസാരിക്കാനായിട്ട് എത്തുകയുണ്ടായത്. പ്രധാനമായിട്ടും രാഹുൽ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഉമ്മൻചാണ്ടി തൻ്റെ വഴികാട്ടിയും തൻ്റെ ഗുരുസ്ഥാനീയനുമാണ് എന്നുള്ള കാര്യമാണ്. പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് തനിക്ക് ഇന്നും മാതൃകയെന്ന് രാഹുൽ പറയുകയുണ്ടായി. മാത്രമല്ല വളരെ രൂക്ഷമായ രീതിയിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് ഉമ്മൻചാണ്ടി. പക്ഷേ ആ ഘട്ടത്തിൽ പോലും ഒരാളെ പോലും തള്ളിപ്പറയാനോ ഒരാളോട് പോലും ദേഷ്യപ്പെടുന്നതായിട്ടോ ഉമ്മൻചാണ്ടി അത്തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് താൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നും ഉമ്മൻചാണ്ടിയെ പാർട്ടിക്കുള്ളിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താനെന്നും രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. അതുമാത്രമല്ല, നിലവിൽ ഈ CPM-നെയും അതോടൊപ്പം തന്നെ RSS-നെയും വിമർശിച്ചുകൊണ്ടുള്ള ചില പരാമർശങ്ങളും രാഹുൽ തൻ്റെ പ്രസംഗത്തിൽ നടത്തുകയുണ്ടായി. ഈ 2 പ്രത്യയശാസ്ത്രങ്ങളും ജനങ്ങളെപ്പറ്റി ചിന്തയില്ലാത്തത് ആണ്. ആ 2 പ്രത്യയശാസ്ത്രങ്ങളെയും ആശയപരമായി അതിനെതിരായിട്ട് താൻ പോരാടുകയാണ് അതിനെതിരായി എന്നുള്ള രീതിയിലുള്ള വിമർശനമാണ് CPM-നെതിരെയും RSS-നെതിരെയും രാഹുൽ നടത്തുകയുണ്ടായത്. മാത്രമല്ല, വയനാട്ടിലെ വന്യജീവി സംഘർഷത്തിനെതിരെയും ചില പരാമർശങ്ങൾ രാഹുലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതായത് വയനാട്ടിലെ ജനങ്ങളുടെ ഉള്ളിലുള്ള ഭീതി അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തുകയുണ്ടായത്. എന്തായാലും രാഹുലിനെ കൂടാതെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഒപ്പം KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റ് മേഖലകളിലെ രാഷ്ട്രീയ മേഖല കൂടാതെ തന്നെ സാംസ്കാരിക, സാമൂഹ്യ, മതമേഖലകളിലെ നിരവധി പ്രമുഖരായിട്ടുള്ള ആളുകളും പുരോഹിതന്മാരും അടക്കം ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നിർമ്മിച്ച് നൽകിയ 11 വീടുകളുടെ താക്കോൽദാനവും ഈ ചടങ്ങിൽ നടക്കുകയുണ്ടായി. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ ആ ചടങ്ങിൽ പുതുപ്പള്ളിയിൽ ഇന്നത്തെ ചടങ്ങിൽ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട്. സംഗീത. ശരി, കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.